നമ്മുടെ 1024i മെഷീനിൽ വരുന്ന ഫുൾ കൺട്രോളിങ് നമുക്ക് ഈ ടച്ച് സ്ക്രീനിലാണ് വരുന്നത്. ഈ ടച്ച് സ്ക്രീനിൽ എല്ലാ കൺട്രോളിങ്ങും സ്റ്റാർട്ടിങ് നമ്മൾ നമ്മുടെ ഇങ്ക് പർജിങ് അത് നമുക്ക് വരുന്നത് ക്ലീനിങ്ങിൽ ഓരോ ബട്ടണായിട്ട് തെളിയും. അതിൽ ജസ്റ്റ് ഒരു സോഫ്റ്റ് ടച്ച് മതി. ഇപ്പോൾ നോക്കിയാൽ കാണാം, യെല്ലോയിൽ ഒരു സോഫ്റ്റ് ടച്ച് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഇൻഡിക്കേഷൻ വരും യെല്ലോ ഇങ്ക് പർജായി. വളരെ ചെറിയൊരു ടച്ചിൽ തന്നെ നമുക്ക് ആ പർജിങ് അതിനകത്ത് കിട്ടും. എന്നിട്ട് നമ്മൾ വൈപ്പ് ചെയ്തിട്ട് തിരിച്ച് നമുക്ക് ഇതിനകത്തുള്ള ബാക്കി സെറ്റിങ്സ്, ഫാനിൻ്റെ സെറ്റിങ്സ്. ഫാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാക്വം ബെഡ് ഫാനുണ്ട്, നമ്മുടെ ഇൻഫ്രാറെഡിൻ്റെ ഡ്രൈയിങ് ഫാനുണ്ട്. സാധാരണ എല്ലാ മെഷീൻസിലും നമുക്ക് ആ ഫാൻ ഓൺ ഓഫ് ബട്ടൺ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം നമുക്ക് ഓൺ ആക്കിയിടാം അല്ലെങ്കിൽ ഓഫ് ചെയ്തിടാം. പക്ഷേ ഇതിൽ ഓൺ ഓഫ് ബട്ടൺ, ഈ എനേബിൾ എന്നുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ഓഫ് ബട്ടണായി. ഓട്ടോ റൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിൻ്റ് ഇല്ലാത്ത സമയത്ത്, ഒരു പ്രിൻ്റ് തീർന്നു കഴിഞ്ഞ് ക്യാരേജ് വന്നിട്ട് ഹോം പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഓട്ടോ റൺ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓഫ് ചെയ്യാൻ നിൽക്കേണ്ട. അരമണിക്കൂർ പ്രിൻ്റ് ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. ക്യാരേജ് നമ്മൾ എപ്പോൾ പ്രിൻ്റ് വിടുന്നോ അപ്പോൾ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അതാണ് ഓട്ടോ റൺ. എല്ലാം ഓട്ടോമാറ്റിക് മോഡിൽ നമുക്ക് ഇടാൻ പറ്റും. അതൊരു വലിയ യൂസ്ഫുള്ളാണ്. കാരണം പല സൈറ്റിലും പോകുമ്പോൾ കാണുന്നത് സ്റ്റാഫ് പ്രിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും വർക്കിന് പോകുമ്പോൾ ഈ മെഷീനിലെ ഫാനും അതിനോട് സംബന്ധിച്ച ഹീറ്റർ എല്ലാം വർക്കിങ്ങിൽ ഓണായി കിടക്കും. കാരണം അവരുടെ തിരക്കിനനുസരിച്ചിട്ട് ഓഫ് ചെയ്യാൻ വിട്ടു പോകണമാണ്. പക്ഷേ ഇത് നമുക്കെല്ലാം ഓട്ടോ റൺ മോഡിലിട്ട് കഴിഞ്ഞാൽ ഒന്നും ഓഫ് ചെയ്യണ്ട, എല്ലാം ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അതുപോലെ തന്നെ അടുത്ത ഓപ്ഷൻ ഹീറ്റിങ്ങിൽ നമുക്ക് 3 ഹീറ്റർ, ബാക്ക് ഹീറ്റർ, സെൻറ്റർ ഹീറ്റർ, ഫ്രണ്ട് ഹീറ്റർ. ആവശ്യമുള്ള പോലെ ഹീറ്റർ നമുക്ക് ഓണാക്കിയിടാം. ഇപ്പോൾ ഇതിന് ഫ്രണ്ട് ഹീറ്റർ ഓണായി കിടക്കുന്നുണ്ട്. അതിൽ ഹീറ്റർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വാല്യൂമ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ടെമ്പറേച്ചർ അതിൽ കൊടുക്കാം. ബാക്ക് ഹീറ്ററും സെൻറ്റർ ഹീറ്ററും എല്ലാം നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. പിന്നെ ഇതിന് താഴെ ഇൻഫ്രാറെഡ് കൊടുത്തിട്ടുണ്ട്. ഇൻഫ്രാറെഡ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്രാറെഡ് IR ലൈറ്റ് വെച്ചിട്ട്, ലാമ്പ് വെച്ചിട്ട് ഉണക്കുന്നത്. അതിപ്പോൾ പലർക്കും അറിയാം, പല മെഷീനിലും ഉണ്ട്. പക്ഷേ ഇതിനകത്തൊരു പ്രത്യേകത, നമുക്ക് ലാമ്പിൻ്റെ പവർ വാല്യൂവിൽ സെറ്റ് ചെയ്യാം. നമുക്ക് 50 മുതൽ 100 വരെ 0 to 100 നമുക്ക് സുഖമായിട്ട് വാല്യൂ സെറ്റ് ചെയ്യാം. ആവശ്യത്തിന് പവർ ഇടാൻ പറ്റും. പിന്നുള്ളൊരു കാര്യം, ഇതിലും ഓട്ടോമാറ്റിക് മോഡുണ്ട്. പിന്നെ ലെഫ്റ്റ് റൈറ്റ് 2 സെക്ഷനായിട്ട് ഓട്ടോമാറ്റിക് മോഡ് ഇട്ട് കഴിഞ്ഞുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിൻ്റ് പോകുമ്പോൾ മാത്രമേ ഇൻഫ്രാറെഡ് വർക്ക് ചെയ്യും. പ്രിൻ്റ് ഇല്ലാത്ത സമയത്ത് നമുക്ക് ഇൻഫ്രാറെഡ് വർക്ക് ചെയ്യില്ല. കാരണം അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ള കാരണം പ്രിൻ്റ് തീർന്ന സമയത്ത് സ്റ്റാഫ് ശ്രദ്ധിച്ചില്ലെങ്കിൽ കൂടി ആ മെറ്റീരിയൽ അവിടെ കടന്ന് ചൂടായി ഉരുകാനുള്ള കാര്യങ്ങൾ വരില്ല ഓട്ടോമാറ്റിക്. ഇപ്പോൾ എല്ലാവരും ഓട്ടോമാറ്റിക് മോഡിലിടുന്നത്. നമുക്ക് നെഗറ്റീവ് പ്രഷർ ടാങ്ക് വാൽവ് വളരെ സിമ്പിൾ, കൈ വെച്ച് തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനും ഓപ്പൺ ചെയ്യാനും പറ്റും. മറ്റു പല മെഷീനിലും നമ്മളൊരു വലിയൊരു കീ അല്ലെങ്കിൽ ലിവർ വെച്ചിട്ടാണ് കണ്ടേക്കണേ. പക്ഷേ സിമ്പിളായിട്ട് കൈ വെച്ച് നമുക്ക് ചെയ്യാം. മസ്റ്റാർഡിലാണ് നമ്മൾ യൂസ് ചെയ്തേക്കണേ. പ്രിൻ്റ് നല്ല കളറായിരിക്കും. ഹെഡിൻ്റെ അലൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ലേറ്റസ്റ്റാണ് വച്ചേക്കുന്നത്. ആൻറ്റി കൊളീഷൻ സെൻസർ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് മെറ്റീരിയൽ ചുളുക്കുണ്ടെങ്കിൽ ഒന്ന് ടച്ച് ചെയ്താൽ തന്നെ അപ്പോൾ തന്നെ ക്യാരേജ് അവിടെ സ്റ്റോപ്പ് ആവും. അതാണ് സെൻസർ വെച്ചേക്കുന്നത്. ലൈറ്റിങ് കാര്യങ്ങൾ എല്ലാം ഇതിൽ തന്നെ ഫ്രണ്ട് പാനലിൽ തന്നെ സെറ്റ് ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ പാനലിനെ പറ്റിയിട്ട് മെയിനായിട്ട് പറയാനുള്ളത്.
മെയിൻലി ഇതൊരു തീരുമാനം ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ ആ വൈറ്റിൻ്റെ കേസ് അവരോട് ചോദിക്കട്ടെ. SPT 1024i പ്രിൻ്ററിലെ നമ്മുടെ മെഷീനിലുള്ള ഫുൾ കൺട്രോളിങ് വരുന്നത് ഈ ടച്ച് സ്ക്രീനിലാണ് വരുന്നത്. എല്ലാ ഓപ്ഷനും ഉണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഫാൻ വരുന്നത്, ഫാൻ എന്ന് പറഞ്ഞാൽ 2 ഫാൻ വരുന്നുണ്ട്. ഒന്ന് പ്ലാറ്റ്ഫോം, നമ്മൾ വാക്വം ബെഡ് സക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫാനുണ്ട്. പിന്നെ നമ്മൾ ഡ്രൈ ആക്കാൻ ഉപയോഗിക്കുന്ന ഫാനുണ്ട്. ഇതിലുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത, നമുക്ക് ഈ ഫാനിൻ്റെ സ്പീഡ് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. വാക്വം ഫാനും ഇൻഫ്രാറെഡ് ഫാനും ഓട്ടോ റണ്ണിൽ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ നമുക്കുള്ള യൂസ് എന്താ വെച്ച് കഴിഞ്ഞാൽ, പ്രിൻ്റ് കഴിയുമ്പോൾ ഫുൾ സൈലൻ്റ് ആയിരിക്കും. എല്ലാം പ്രിൻ്റ് കഴിയുമ്പോൾ ക്യാരേജ് നമുക്ക് ഹോമിലേക്ക് വന്നു കഴിയുമ്പോൾ ഒരുമിച്ച് എല്ലാം ഓഫാവും. പിന്നീട് നമ്മൾ പ്രിൻ്റ് വിടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതെല്ലാം ഓണാവും. അതാണ് ഫാൻ സെറ്റിങ്സിൽ വരുന്നത്.